ഹായ് ഗെയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഓണൊക്കെ ആയില്ലേ? ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മുന്തി നിൽക്കുന്ന പായസമാണ് ഈ പാലാട മിക്സ്ഡ്. അപ്പോൾ ആ മിക്സ്ഡ് പാലാട മിക്സ്ഡ് ഒന്നും ഉണ്ടാക്കിയാലോ എൻ്റെ സ്റ്റൈലിൽ. എല്ലാവരും ഇത് പാല് തിളക്കുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ അരി ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ ഇതിനെ ആദ്യം ചുടുവെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ അരിക്ക് എന്തോരം വേവാണെന്ന് അറിയോ? പക്ഷേ എല്ലാവരും അത് പാലിൽ ഇങ്ങനെ ഇട്ടുകൊടുത്ത് വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ അങ്ങനെ കഴിഞ്ഞ തവണ ഉണ്ടാക്കി എനിക്കത് ശരിയായില്ല കേട്ടോ. കാരണം ആ ഒരു അരി വേവാൻ ഒത്തിരി ടൈം എടുത്തു കേട്ടോ. അപ്പം അങ്ങനെ ആ അരി അങ്ങനെ അപ്പുറത്തെ അടുപ്പിൽ നല്ലോണം വേവിച്ചു. അപ്പോഴേക്കും അത് വെന്ത് വരുമ്പോഴേക്കും ഇപ്പുറത്ത് ഞാനെന്ത് ചെയ്തു എന്നറിയും, 1 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് അതിനെ നന്നായിട്ടൊന്ന്, നമുക്ക് ഈ ഒരു പായസത്തിന് ഒരു നല്ലോണം ചുവപ്പ് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 1 സ്പൂൺ പഞ്ചസാര എടുത്ത് നന്നായിട്ട് കാരമൽ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു കാപ്പി കളറായിട്ട് വരും. അപ്പോൾ അതിലേക്ക് പാലണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു മിക്സ്ഡ് പായസം സാമിയ സിൽക്കിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയതായിരുന്നു. അങ്ങനെതാ ഇത് നന്നായിട്ട് ശരിയായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാനതാ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാല് നന്നായിട്ടൊന്ന്, അപ്പോഴേക്കും എനിക്കത് അതിൻ്റെ അടിയത്തെ ആ ഒരു പഞ്ചസാര നല്ലോണം കാരമൽ ചെയ്തപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആയിട്ടോ. ഡ്രൈ ആയി കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ അധികം ഡ്രൈ ആകാതെ ഒരു നേരിയ ചുവപ്പ് ആകുന്ന വരെ ആക്കിയാൽ മതി കേട്ടോ. അങ്ങനെതാ ആ ഒരു പാലിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ 1 ലിറ്റർ പാല് വേണം കേട്ടോ ഇതിന്. അങ്ങനെ അതാ പായസത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഒത്തിരി നേരം ഇളക്കി കേട്ടോ. ഇതിൻ്റെ ഒരു പായസം ഈ ഒരു ചുവപ്പ് നല്ലൊരു കളറും നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. ആ ഒരു പഞ്ചസാരനെ നല്ലോണം കാരമൽ ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ. അങ്ങനെതാ ഓണത്തിൻ്റെ സ്പെഷ്യൽ സദ്യയിൽ മുന്തി നിൽക്കുന്ന നമ്മൾ പാലാട മിക്സ് അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കണ്ടില്ല. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാട്ടോ. നമുക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല. അങ്ങനെതാ ഞങ്ങൾക്ക് എല്ലാവർക്കും പായസം ഓരോ ഗ്ലാസ്, ഒരു പാലാട മിക്സിൽ സത്യം പറഞ്ഞാൽ 4-5 പേർക്ക് കുടിക്കാനുള്ള 5 ഗ്ലാസ്സുകളും ഉണ്ടാകുക കേട്ടോ. 1.5 ലിറ്റർ പാൽ ഒഴിക്കേണ്ടി വരും. ഞാൻ 1 ലിറ്ററാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് കുറുകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെതാ ഞാൻ ഇക്കാക്ക് കൊണ്ടേ കൊടുത്തു. ഇക്കാക്ക് ഷുഗറൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും പാലാട മിക്സ് അല്ലേ, ഒന്ന് കുടിച്ചോട്ടെ കേട്ടോ. അങ്ങനെ ഇതാ സ്വത്തൂനും കൊടുത്തു, ഞാനും ചൂടോടെ അത് കുടിച്ചു. അങ്ങനെ ഞങ്ങളിതാ ഒരു സ്ഥലം വരെ പോവുകയാണ്. സ്ഥലം എവിടെയല്ല, ഞാൻ പറയാറില്ല, എൻ്റെ മോന് പോയി, ഓന് ഒരു പഠിക്കേണ്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ പോയി. അവിടെ ഓന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓനക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ പോണ ടൈമിൽ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ടാകുന്നില്ല. കുറച്ച് ഡ്രസ്സ് മാത്രം 2 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ റിട്ടേൺ വരുമല്ലോ. അപ്പോൾ പോകുമ്പോൾ എല്ലാം ശരിയായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ അവിടെ തന്നെ മൊത്തത്തിൽ ശരിയായി. അപ്പോൾ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൻ്റെ പഠിക്കുന്ന ഐറ്റംസിൽ നിന്ന് തന്നെ ഒരു കുട്ടിയും കൂടി പോകുന്നുണ്ട്. അപ്പോൾ ആ കുട്ടീൻ്റെ അടുത്ത് കുറച്ച് ഓനക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വന്നു കേട്ടോ. അങ്ങനെ ഇതാ അൽഹംദുലില്ലാ ഞങ്ങൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ ഓനക്ക് വീഡിയോ കോൾ ചെയ്തിട്ടാണ്. ഇതുവരെ ഞങ്ങൾ ഡ്രസ്സ് ഓനക്ക് സെലക്ട് ചെയ്തിട്ടില്ല. 12 വയസ്സ് വരെ ഉള്ളൂ കേട്ടോ ഞങ്ങളെ ഇഷ്ടം. 12 കഴിഞ്ഞിട്ട് ഓനെന്നെ ഫുള്ള് ഡ്രസ്സ് എടുക്കാൻ ഞങ്ങളൊന്നും എടുത്താൽ ഇഷ്ടം ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പം എന്താ ഞങ്ങളിത് സെലക്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി പോയി ഇട്ടാലും ഉള്ളു അറിയാം കിട്ടുമോ, ശരിയാണോ ശരിയല്ലേ എന്നിട്ടോ. അങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ സെറ്റാക്കി. അങ്ങനെ മാഷാ അല്ലാ എൻ്റെ മോൻക്കൊരു ജോലി സെറ്റായിട്ടുണ്ട്. നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കുക. നമ്മളെ സങ്കടങ്ങളും കാര്യങ്ങളും ഒരുപാട് പ്രാർത്ഥനയ്ക്കും ഒരുപാട് ദുഃഖത്തിൽ നിന്നും ഒക്കെ ഒരു കരകയറ്റം റബ്ബ് ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രതീക്ഷയോടെ ഞങ്ങൾ മുന്നോട്ട് പോകണം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ആ ഒരു പ്രതീക്ഷയിൽ നിങ്ങളെ പ്രാർത്ഥനയെ ഉൾപ്പെടുത്തുക. അപ്പം അത്രയ്ക്കുള്ള ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ നാളെ കാണാം.